കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് പോലീസ്. പ്രതികളെ കോളേജിലെത്തിച്ചാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചത്. ബംഗാളിലെ എല്ലാ കോളേജുകളിലെയും യൂണിയൻ റൂമുകൾ അടച്ചുപൂട്ടാൻ വിദ്യാഭ്യാസ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പുലർച്ചെ 4:30 കേസിലെ മുഖ്യപ്രതിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മനോജിത് മിശ്ര, വിദ്യാർത്ഥികളായ സായിബ് അഹമ്മദ്, പ്രമിത് മുഖർജി, സെക്യൂരിറ്റി ഗാർഡ് പിനാക്കി ബാനർജി എന്നീ പ്രതികളെ കോളേജിലെത്തിച്ചാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിച്ചത്. പോലീസ് നടപടികൾ 5 മണിക്കൂറോളം നീണ്ടു. പ്രതികളെ കോളേജിലെത്തിക്കുന്നതിനെ തുടർന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ച് പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കോളേജിലെ ഗാർഡ് റൂമിൽ പ്രതികൾ തന്നെ ബലമായി എത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് വിദ്യാർത്ഥിനിയുടെ മൊഴി. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളും വിദ്യാർത്ഥി നൽകിയ പരാതിയും പോലീസ് പരിശോധിക്കുകയാണ്. വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിന് പിന്നാലെ എല്ലാ കോളേജുകളിലെയും യൂണിയൻ റൂമുകൾ അടച്ചുപൂട്ടാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. രജിസ്ട്രാറുടെ അനുമതി കൂടാതെ യൂണിയൻ റൂമുകൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. 24 ഡൽഹി.